ഹലോ ഗൈസ്, ഇന്ന് ഞാനും നമ്മുടെ കൂട്ടുകാരൻ തമ്പാനോട് വീശാൻ വേണ്ടി ഒരുപാട് സ്ഥലത്ത് പോയി. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ നമുക്ക് മീനൊന്നും കിട്ടിയില്ല. ഞങ്ങൾ ഈ വീശുന്ന പഴയ സ്പോട്ടിലൊക്കെ തന്നെ പോയത്. ഈ കായലിൽ പോയി, പിന്നെ ഞങ്ങൾ സിലോപ്പി പിടിച്ച സ്പോട്ടിൽ പോയി, അങ്ങനെ ഒരു 3-4 സ്ഥലത്ത് പോയി. അപ്പോൾ നമുക്ക് അവിടുന്ന് മീനൊന്നും കിട്ടിയൊന്നുമില്ല. അപ്പം ഈ വീശുന്ന ആൾ പുലിയാണ് കേട്ടോ മീൻപിടുത്തത്തിൽ. കാരണം പണ്ട് തൊട്ടേ ഈ മീൻപിടുത്തത്തിൽ ഭയങ്കര ഒരു ക്രൈസുള്ള ആളാണ്. അപ്പോൾ എത്ര കുഴിയുണ്ടെങ്കിലും മുങ്ങി പോയി മീൻ പിടിക്കും. അങ്ങനെ പണ്ടോട്ടുള്ള കമ്പനിയാണ് നമ്മുടേത്. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്ന് തോട്ടി നോക്കിയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ പാലാങ്കണ്ണി മറിഞ്ഞു പോകുന്നുണ്ട്. ഞങ്ങളിവിടെ ചാങ്കണ്ണി എന്നാണ് പറയുന്നത്. അപ്പം പലയിടത്തും പല പേരല്ലേ ഓരോ നാട്ടിലും പറയുന്നത്. ഈ ഞങ്ങളിവിടെ ചാങ്കണ്ണി, ചിലയിടത്ത് പാലാങ്കണ്ണി, പിന്നെ വേറെ എന്തൊക്കെയോ പേരുകളുണ്ട്. പിന്നെ കരട്ടിക്ക് ഈ ചിലയിടത്ത് കൈതക്കോര, കല്ലേമുട്ടി, ചെമ്പല്ലി, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. കാരണം ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വരുന്നുണ്ട്. ചാങ്കണ്ണി, കരട്ടി എന്തുവാടെ പേര്, പിന്നെ തെറി പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റ്. നമ്മുടെ നാട്ടിലുള്ള മീനിൻ്റെ പേര് ഇങ്ങനെയാണ്, വേറെ നമുക്കറിയത്തില്ല. പിന്നല്ലേ അറിയുന്നത് ഓരോരുത്തർ ഓരോ പേരുകളെ സാധനത്തിൽ നിന്ന്. പിന്നെ ഞങ്ങൾ തോട്ടി വീശി. ഇപ്പം ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഈ മറിഞ്ഞ് കയറി പോകുന്നത്. അപ്പം ഇഷ്ടം പോലെ കയറി പോകുന്നുണ്ട്. നല്ല ആയം കൊടുത്ത് വല വീശി നോക്കി. നമുക്ക് അവിടെ നിന്ന് 2-3 കിട്ടിയുള്ളൂ. പക്ഷെ നല്ല രീതിയിൽ വല അങ്ങ് ചെന്നായിരുന്നെങ്കിൽ നമുക്ക് തോനെ മീൻ കിട്ടിയേനെ. പിന്നെ ഞങ്ങൾ ആ തോടിൻ്റെ സൈഡിൽ തന്നെ ഒരു കുളമുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ കുളത്തിൽ നോക്കിയപ്പോൾ നല്ല രീതിയിൽ മീൻ മറിയുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീടിനടുത്തുള്ള ചേട്ടൻ JCBക്ക് കുഴിച്ചതാണ്. അപ്പോൾ ഞങ്ങളൊന്ന് അതിനകത്തൊന്ന് വീശി നോക്കി. അപ്പോൾ അതിനകത്ത് വീശിയപ്പോഴത്തേക്ക് ഇഷ്ടം പോലെ വലങ്കണ്ണി നമുക്ക് കിട്ടിയായിരുന്നു. ഈ വല അവിടെ ഇവിടെയൊക്കെ കീറ്റിലുള്ളതുകൊണ്ട് അതിൽ കൂടെ ഇഷ്ടം പോലെ ഇറങ്ങിയൊക്കെ പോകും. കാരണം നല്ല ആഴമുള്ളൊരു കുളമാണ് അത്. വല താഴ്ന്നു ചെല്ലുമ്പോഴത്തേക്ക് ഈ മീൻ ഉള്ളി വീണ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇടിക്കുമ്പോൾ വലയുടെ അകത്തുനിന്ന് കയറി പോകും. പിന്നെ നമുക്ക് വേറെ ഒന്നും കിട്ടിയൊന്നുമില്ല. ഈ കുളത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് മൊത്തം കണ്ടമാണ്. അപ്പോൾ അവിടെ ഈ കരട്ടിയൊക്കെ ഉണ്ട്. ചൂണ്ടയ്ക്ക് പിടിക്കാൻ തുടങ്ങിയില്ല. ഞങ്ങൾ ഈ വെള്ളമൊക്കെ തരാൻ നേരത്തെ ചൂണ്ടയ്ക്ക് നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ ഒന്ന് വീശി നോക്കി തോട്ടിലൊക്കെ. അപ്പം നമുക്ക് കാര്യമായിട്ട് അവിടെ ഒന്നും കിട്ടിയൊന്നുമില്ല. ഈ പാലാങ്കണ്ണി മാത്രമേ ഉള്ളൂ. ഇപ്പം വേറെ മീനൊന്നും കിട്ടുന്നില്ല. ഇപ്പം നമ്മൾ കണ്ടത്തിൽ സ്റ്റിക്ക് അടിക്കത്തില്ല. കാരണം ഈ വരാൽ മുട്ട ഇട്ടിരിക്കുന്ന ടൈമാണ്. അതുകൊണ്ട് നമ്മൾ കണ്ടത്തിൽ സ്റ്റിക്കൊന്നും അടിക്കത്തില്ല. അപ്പോൾ ഈ വെള്ളം തരുമ്പോൾ എന്തായാലും നമ്മൾ നല്ല വീഡിയോസ് ഇടും. അപ്പോൾ ഇതുപോലത്തെ ഉള്ള വീഡിയോസിൽ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.